രാത്രി ഉറക്കത്തിനിടയ്ക്കെപ്പോഴോ ജനലിന് പുറത്ത് ഒരനക്കം. കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ദാ നിൽക്കുന്നു സാക്ഷാൽ ആനസാർ. യെസ് ഫ്രണ്ട്സ്, ഈ കിടിലം ഫോറസ്റ്റ് ഏതാണെന്നറിയണ്ടേ? വെൽക്കം ടു SCP ട്രാവലോഗ്സ്. തമിഴ്നാട്ടിലെ മുതുമലൈ ടൈഗർ റിസർവിലെ അഭയാരണ്യം ഗസ്റ്റ് ഹൗസിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണിത്. കാടിനോട് തൊട്ട് ചേർന്നും എന്നാൽ മെയിൻ റോഡിൽ നിന്നും അധികം അകലെ അല്ലാതെയും ഗൂഡല്ലൂരിനോട് അടുത്തുമാണ് ഈ അഭയാരണ്യം ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്കും ഫോറസ്റ്റ് സ്റ്റേ ആദ്യമായി ബുക്ക് ചെയ്യുന്നവർക്കും അധികം ബുദ്ധിമുട്ടില്ലാതെ സേഫായിട്ട് കുറഞ്ഞ ചിലവിൽ വന്ന് താമസിക്കാൻ പറ്റിയ ഒരു ഫോറസ്റ്റ് സ്റ്റേ ആണിത്. മുതുമലൈ ടൈഗർ റിസർവിലെ മറ്റ് സ്റ്റേകളെപ്പോലെ തന്നെ ഓൺലൈനായി അവരുടെ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി വേണം ബുക്ക് ചെയ്യാൻ. ഇവിടെ 5 സ്റ്റേകളുണ്ട്. അഭയാരണ്യം റെസ്റ്റ് ഹൗസ് 1 ചിട്ടാൽ, അഭയാരണ്യം റെസ്റ്റ് ഹൗസ് 2 സാമ്പാർ, അഭയാരണ്യം അനക്സ് 1, 2, പിന്നെ ധോൾ എന്ന് വിളിക്കുന്ന 3 ബെഡുള്ള ഒരു സ്റ്റേയുമാണ് ഇവിടെയുള്ളത്. ധോൾ സ്റ്റേ ചാർജ് കൂടുതലാണ്, പക്ഷേ നമുക്ക് മാത്രമായി ഒരു ബാൽക്കണി ഉണ്ടാവും. രാത്രിയാണ് ഇവിടെ കലാപരിപാടികളെല്ലാം. അതൊക്കെ സേഫായി കാണണമെങ്കിൽ അഭയാരണ്യം അനക്സിന് മുകളിലത്തെ നിലയിലുള്ള ഡോൾ തന്നെയാണ് ബെസ്റ്റ്. ചിറ്റാൽ, സാമ്പാർ റൂമുകൾ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലാണ്. ഈ അടുത്തിടയ്ക്ക് പുതുക്കി പണിതിട്ടുണ്ട്. അവിടെയും വാച്ച് ടവർ ഉണ്ടെങ്കിലും രാത്രി 7 മണി കഴിഞ്ഞാൽ നിൽക്കാൻ അനുവദിക്കില്ല. രാത്രി ഇവിടെ വന്ന് അടുക്കളയിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആനകളെ ഓടിക്കാൻ ഇവിടുത്തെ ജോലിക്കാർ രാത്രി ഉറങ്ങാതെ ഈ വാച്ച് ടവറിൽ ഉണ്ടാവും. അവരുറങ്ങിയ ഗ്യാപ്പിൽ വന്ന് നൈസായി പുല്ല് മേയാൻ വന്ന ആനച്ചേട്ടനാണ് ദാ ഈ വരുന്നത്. ആനയുടെ പര്യായ പദത്തിൽ ഒന്ന് കരി എന്നാണെന്ന് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഇന്നാണ് മനസ്സിലാകുന്നത്. കൊമ്പിൻ്റെ ഒരു നേരിയ വെളുപ്പല്ലാതെ ഇരുട്ടത്ത് ഇവരെ കാണാൻ തീരെ പറ്റില്ല. ഒരു പുൽത്തിരി പോലും അനങ്ങാതെ നടക്കാൻ ഇവർക്കാവും. പക്ഷേ ചേട്ടന്മാർ ആനസാറിനെ കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ ഓടിച്ചു വിടുകയും ചെയ്തു. മറ്റു മൃഗങ്ങളുടെ സൈറ്റിംഗ് കുറവാണ് ഇവിടെ. രാവിലെയും വൈകിട്ടുമുള്ള സഫാരി, തെപ്പക്കാട് ആനക്കൊട്ടിൽ, പിന്നെ മസനഗുഡി ഫോറസ്റ്റ് ഡ്രൈവ് എന്നിവയാണ് മറ്റ് അട്രാക്ഷൻസ്. സമയമുണ്ടെങ്കിൽ നാടുകാണി വരെ പോയി ജീൻ പൂൾ എക്കോ ടൂറിസം വരെയും പോകാം. അല്ലെങ്കിൽ ഗൂഡല്ലൂർ ചെന്ന് അതുവഴി ഊട്ടി, നീഡിൽ റോക്ക്, ദേവർഷോളൊക്കെ പോയി വരാം പകൽ സമയത്ത്. അടുത്ത് ഹോട്ടൽ സൗകര്യങ്ങളോ ATMകളോ ഇല്ല. ഗൂഗിൾ പേ ചെയ്യാൻ റേഞ്ചും ഇല്ല. കയ്യിൽ ക്യാഷ് കരുതണം. രാത്രി 7 മണി കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ആനകളെത്താം. ഭക്ഷണ സാധനങ്ങൾ, പഴങ്ങൾ ഇവയൊന്നും കാറിലോ ജനലുകൾക്കരികിലോ വയ്ക്കരുത്. കുംകി ആനകൾ കാട്ടാനകളെക്കാളും അപകടകാരികളാണ്. ചിലപ്പോൾ അവയും തെപ്പക്കാട് നിന്നും രാത്രി ഈ വഴി വരാം. സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് മാത്രം ആനകളെ കാണുക. അവയെ പ്രകോപിപ്പിക്കാതിരിക്കുക.
അടുത്ത ലോങ് വീക്കെൻഡ് നേരെ മുതുമലയ്ക്ക് പോരെ. ജീൻ പൂളിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.